മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ ദിലീപ് ഗോപാലകൃഷ്ണൻ എന്ന സാധാരണക്കാരനിൽ നിന്ന് സിനിമാ ലോകത്തിന്റെ നെറുകയിലെത്തിയ നടൻ. വിവാദങ്ങളും ആരോപണങ്ങളും ഒന്നിനു പുറകെ ഒന്നായി വളഞ്ഞപ്പോഴും ആ മുഖത്ത് പുഞ്ചിരിക്ക് മങ്ങലേറ്റില്ല. എന്നാൽ ക്യാമറ കണ്ണുകൾക്ക് മുൻപിലെ ദിലീപിനെയല്ല, വെള്ളിത്തിരയ്ക്ക് പിന്നിലെ ആരും കാണാത്ത, പ്രശസ്തിക്ക് വേണ്ടി കാട്ടിക്കൂട്ടലുകൾ നടത്താത്ത ദിലീപ് എന്ന മനുഷ്യനെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ദിലീപ് എന്ന വ്യക്തിയുടെ കരുണയും കരുതലും വ്യക്തമാക്കുന്ന ചില സത്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ ആരാധകർക്ക് അത് പുതിയൊരു തിരിച്ചറിവാകുകയാണ്. മലയാള സിനിമയ്ക്ക് പകരക്കാരനില്ലാത്ത പ്രതിഭയായിരുന്നു ശ്രീനിവാസൻ. സിനിമാ ജീവിതത്തിൽ ദിലീപുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന വ്യക്തി. ശ്രീനിവാസന്റെ വേർപാട് അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടാക്കിയ വിടവ് വളരെ വലുതായിരുന്നു. അച്ഛന്റെ മരണശേഷം ധ്യാൻ ശ്രീനിവാസനും കുടുംബവും വലിയൊരു തണൽ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. എന്നാൽ ആ പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർക്ക് കരുത്തായി കൂടെ നിന്നത് മറ്റാരുമല്ല, ദിലീപ് തന്നെയായിരുന്നു. ശ്രീനിവാസന്റെ മരണശേഷം ധ്യാനിനെയും കുടുംബത്തെയും വെറുമൊരു സഹപ്രവർത്തകന്റെ കുടുംബമായി ദിലീപ് മറന്നില്ല. അവരുടെ ക്ഷേമം അന്വേഷിച്ച് ദിലീപ് എല്ലാ ആഴ്ചയും ഫോണിൽ വിളിക്കാറുണ്ടായിരുന്നു. ധ്യാനിന്റെ കുടുംബത്തിന് എന്താവശ്യമുണ്ടെങ്കിലും താങ്ങായി നിൽക്കാൻ ദിലീപ് മുൻപന്തിയിലായിരുന്നു. പ്രശസ്തിക്കോ വാർത്തകൾക്കോ വേണ്ടിയല്ല, മറിച്ച് തനിക്കേറെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനോടുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തോടുള്ള കടമ മാത്രമായിരുന്നു അത്. ഇതിനേക്കാളൊക്കെ മലയാളികളെ കണ്ണീരണിയിച്ച മറ്റൊരു വലിയ സത്യവും അടുത്തിടെ പുറത്തു വന്നു. അന്തരിച്ച പ്രിയ നടൻ കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണത്. ഹനീഫയുടെ വേർപാടിന് ശേഷം കഴിഞ്ഞ 16 വർഷമായി ആ കുടുംബത്തിന് തണലായി നിൽക്കുന്നത് ദിലീപാണെന്ന വിവരം ഹനീഫയുടെ അളിയൻ തന്നെയാണ് അടുത്തിടെ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയത്. കൊച്ചിൻ ഹനീഫയുടെ വിയോഗം അദ്ദേഹത്തിന്റെ കുടുംബത്തെ വലിയ സാമ്പത്തിക മാനസിക പ്രതിസന്ധിയിലാക്കിയിരുന്നു. ആ ഘട്ടത്തിലെല്ലാം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ, പത്രവാർത്തകൾ സൃഷ്ടിക്കാതെ ആ കുടുംബത്തിന്റെ പഠനകാര്യങ്ങളും ജീവനൊടുക്കാനുള്ള സാമ്പത്തിക പിന്തുണയും രഹസ്യമായി ഏറ്റെടുക്കുകയായിരുന്നു ദിലീപ്. 16 വർഷം എന്നത് ചെറിയൊരു കാലയളവല്ല. ഇത്രയും നീണ്ട കാലം ഒരു കുടുംബത്തെ ആരും അറിയാതെ സഹായിക്കുക എന്നത് വലിയൊരു മനസ്സിന്റെ അടയാളമാണ്. ദിലീപിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധികൾ നിറഞ്ഞ കാലമായിരുന്നു അദ്ദേഹത്തിന്റെ ജയിൽവാസം. സ്വന്തം ജീവിതം തന്നെ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ആ ഇരുണ്ട ദിവസങ്ങളിൽ പോലും ദിലീപ് മറ്റുള്ളവരെക്കുറിച്ച് ഓർത്തു എന്നത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. താൻ ജയിലിൽ കിടക്കുമ്പോഴും കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തിനുള്ള പ്രതിമാസ സഹായങ്ങൾ തടസ്സപ്പെടരുതെന്ന് അദ്ദേഹം പ്രത്യേകം നിർദ്ദേശം നൽകിയിരുന്നു. സ്വന്തം വേദനകളിൽ മുഴുകിയിരിക്കുമ്പോഴും താൻ നൽകുന്ന ചെറിയൊരു സഹായം മുടങ്ങിയാൽ ഒരു കുടുംബം കഷ്ടപ്പെടും എന്ന ചിന്ത ദിലീപിനുണ്ടായിരുന്നു. ഇത് കേവലം സാമ്പത്തിക സഹായമല്ല, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് കാണിക്കാവുന്ന കരുതലിന്റെ ഏറ്റവും ഉയർന്ന തലമാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു അഭിമുഖത്തിലോ പൊതുവേദിയിലോ ദിലീപ് ഈ കാര്യങ്ങളെക്കുറിച്ച് അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ഞാൻ ഇന്ന ആളെ സഹായിച്ചു എന്ന് വിളിച്ചു പറഞ്ഞ് കയ്യടി വാങ്ങാൻ ദിലീപ് ശ്രമിച്ചില്ല. എന്നാൽ സഹായം സ്വീകരിച്ചവർ തന്നെ നന്ദിയോടെ ഈ കാര്യങ്ങൾ പുറത്തു പറയുമ്പോൾ അത് ദിലീപ് എന്ന മനുഷ്യന്റെ യഥാർത്ഥ വ്യക്തിത്വത്തെയാണ് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയർന്ന ചർച്ചകളും ഇത് തന്നെയാണ്. ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒരു വശത്ത് നടക്കുമ്പോഴും ഒരു മനുഷ്യൻ ചെയ്ത നന്മകൾ ഒരിക്കലും മറയ്ക്കപ്പെടില്ല. ദിലീപിന്റെ ഈ നന്മ മനസ്സിലാക്കിയ ആരാധകർ വലിയ പിന്തുണയാണ് അദ്ദേഹത്തിന് നൽകുന്നത്. വെള്ളിത്തിരയിലെ കഥാപാത്രങ്ങളെക്കാൾ വലിയതാണ് യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ. ദിലീപ് എന്ന നടന്റെ ജനപ്രീതിക്ക് കാരണം അദ്ദേഹത്തിന്റെ അഭിനയം മാത്രമല്ല, ആരും കാണാതെ ചെയ്യുന്ന ഇത്തരം നന്മകൾ കൂടിയുണ്ട്. ഈ സംഭവങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.